CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയാണ് പ്രധാന പൂര പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം നടന്നത്. SC പ്രമോട്ടറുടെ രാജി. കുന്നംകുളം നഗരസഭാ കൌൺസിലിൽ യോഗത്തിൽ ബഹളം. യോഗം പിരിച്ചുവിട്ടു. നഗരസഭയിലെ SC പ്രമോട്ടറായ ദളിത് യുവതിയെ CPIM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി ജോലി രാജിവെപ്പിച്ചു എന്നാരോപിച്ചാണ് നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പുന്നയൂർ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ യന്ത്രം പ്രവർത്തനരഹിതമായത് വൈദ്യുതി പ്രവഹിക്കുന്നതിലുണ്ടായ തകരാർ മൂലമെന്ന് LDF നേതൃത്വം. സാങ്കേതിക കാരണങ്ങൾ മനസ്സിലാക്കാതെ ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ UDF ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും നേതൃത്വം അറിയിച്ചു. പാവറട്ടി വിസ്ത ഔസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. ഏപ്രിൽ 24, 25, 26 തീയതികളിൽ ആഘോഷിക്കുന്ന തിരുനാളിന്റെ മുന്നോടിയായി പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച ഭക്ഷണം ഒരുക്കുന്നതിനുള്ള പാചകപുരയിലെ അടുപ്പുകൾ വെഞ്ചരിച്ചു. ഗ്രാമകം നാടകോത്സവം രണ്ടാം ദിനത്തിൽ നാടകപ്രവർത്തകൻ വിജേഷ് അനുസ്മരണം നടത്തി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ ഇയാൽ സെന്ററിന് സമീപം 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ഇരുചക്രവാഹന യാത്രികനായ ചാലിശ്ശേരി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂന്നോടിപ്പറമ്പിൽ 48 വയസ്സുള്ള രാജനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അബുദാബി മലയാളം സമാജം പ്രസിഡന്റും ഫ്രണ്ട്സ് MDMSന്റെയും കുന്നംകുളം NRI ഫോറത്തിന്റെയും രക്ഷാധികാരിയുമായ സലീം ചിറക്കലും കുടുംബവും ചിറമനേങ്ങാട്ടെ കനിവ് എന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. പ്രസിദ്ധമായ പാവറട്ടി വിസ്ത ഔസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ വലിയ തിരുനാളിന് കൊടിയേറി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞിമോർ ഏലിയാസ് കുടുംബ യൂണിറ്റ് വാർഷികം നടത്തി. ചാലിശ്ശേരി ഗെറ്റ്സമൻ പ്രയർ ഫെലോഷിപ്പ് ഹാളിൽ വിശ്വവാണി മിഷണറി മീറ്റ് 2026 നടത്തി. ചാവക്കാട് സ്വദേശി ദുബായിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. ഫാത്തിമ ഗ്രൂപ്പ് EP മൊഹ്സ ഹാജിയുടെ സഹോദരപുത്രനും തിരുവത്ര EP അബ്ദുള്ള ഹാജി അനായയുടെ മകനുമായ 32 വയസ്സുള്ള അനസാണ് മരിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981-82 അധ്യയന വർഷത്തിലെ SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ആർത്താറ്റ് സെന്റ് മേരീസ് ITCയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. 2004-2006 വർഷത്തെ ഇലക്ട്രീഷ്യൻ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ആർത്താറ്റ് ITCയിൽ ഒത്തുകൂടിയത്. പഴഞ്ഞി അയനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1984-85 SSLC 10C ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 41 വർഷത്തിനു ശേഷം അതേ ക്ലാസ്സിൽ ഒത്തുചേർന്ന് ഓർമ്മകൾ പങ്കുവച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക മേഴ്സി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.